Welcome to Bosco Campus Vision. Today we are discussing the subject Labor, Law and Industrial Relation of S5 BBA under Kerala University. And myself, Mary Netho, Assistant Professor of Department of Management, Don Bosco College, Kottayam. This session we are discussing the statutory provisions concerning employee welfare. So we already discussed what is employee welfare, and so we are to know the employers are required to provide welfare facility for workers under the following laws. So first we can to discuss what is employee welfare. So employee welfare or labor welfare or workers welfare can be used interchangeably, and it denotes various services provided by the employer to the employee in addition to wages. So we already discussed in last section what is employee welfare. So now we can discuss what are the welfare facilities of workers under the different laws. So these are the statutory provisions concerning employee welfare. So employees are required to provide welfare facilities for workers under the following laws. That is Factories Act 1948, Plantation Labour Act 1951, the Mines Act 1952, the Motor Transport Workers Act 1961, and the last is the Contract Labour Act 1970. So in these laws we can discuss in detail. So first we can go for the Factories Act 1948. So the Factories Act 1948. So the welfare facility provided under this acts are as follows. That is washing facility, facility for storing and drying clothes, sitting facility, first aid boxes, canteen, shelter, restroom, lunch room, then crush, then the last is welfare officer. So here the welfare facilities are provided under this act, that is Factories Act 1948. So the first is adequate and suitable and clean washing facilities separately for male and female workers. ഇല്ലേ, അപ്പോൾ ഫാക്ടറീസ് ആക്ട് 1948 പ്രകാരം പറയുന്നത് എന്താണ്, ഒരു വാഷിംഗ് ഫെസിലിറ്റി, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ വർക്കേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് എന്താണ് ഒരു അഡിക്വേറ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലീൻ വാഷിംഗ് ഫെസിലിറ്റീസ് ഇല്ലേ, അതായത് അത്യാവശ്യം ഇല്ലേ കഴുകാനുള്ള ഇല്ലേ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി സെപ്പറേറ്റ് ഇല്ലേ. ഇപ്പം നമുക്ക് എവിടെ ചെന്നാലും അറിയാം മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റഡ് ആണ് വാഷിംഗ് ഏരിയാസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഫാക്ടറീസ് ആക്ട് 1948 അവർ പറയുന്നത് എന്താണ്, ഒരു എംപ്ലോയിയുടെ വെൽഫെയറിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത് adequate, suitable and clean washing facility separately for male and female worker. Second one, facility for storing and drying clothes. ഇല്ലേ, രണ്ടാമത് പറയുന്നത് എന്താണ്, ഇപ്പോൾ അവർക്ക് യൂണിഫോംസ് ഒക്കെ ഉപയോഗിക്കുന്ന വർക്കേഴ്സ് അല്ലെ ലേബേഴ്സൊക്കെ ആണെങ്കിൽ അവരുടെ ക്ലോത്ത്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ട് അത് ഡ്രൈ ആക്കാനുള്ളൊരു ഏരിയ ഒക്കെ ഫാക്ടറീസ് ആക്ട് പ്രകാരം കൊടുത്തിരിക്കണം. The third is sitting facility, that is for occasional rest for worker who are obliged to work in a standing position. ഇപ്പോൾ ഫാക്ടറീസ് ആക്ടിൽ പറയുന്നത് എന്താണ്, നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സൊക്കെ ഉണ്ടാവുക അവർക്ക് ഒരു ഒക്കേഷണൽ റെസ്റ്റ് എപ്പോഴും ഇരിക്കണമെന്നല്ല, ഒരു ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിലൊക്കെ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഫാക്ടറീസ് ആക്ട് 1948 എംപ്ലോയീസിൻ്റെ വെൽഫെയറിൽ മൂന്നാമത് പറയുന്നതാണ് സിറ്റിംഗ് ഫെസിലിറ്റി ഫോർ ഒക്കേഷണൽ റെസ്റ്റ് ഫോർ വർക്കർ ഹു ആർ ഒബ്ലൈഡ് ടു വർക്ക് ഇൻ എ സ്റ്റാൻഡിങ് പൊസിഷൻ, അതായത് നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് ഫസ്റ്റ് എയ്ഡ് ബോക്സസ് അല്ലെങ്കിൽ കബോർഡ്സ്, ദാറ്റ് ഈസ് വൺ ഓഫ് എവറി 150 വർക്കേഴ്സ് ആൻഡ് ആംബുലൻസ് ഫെസിലിറ്റി ഇഫ് ദർ ആർ മോർ ദാൻ 500 വർക്കേഴ്സ് ഇല്ലേ. അപ്പോൾ 150 വർക്കേഴ്സിൽ കൂടുതലുള്ള ഇൻഡസ്ട്രിയൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ഇൻഡസ്ട്രി ഫസ്റ്റ് എയ്ഡ് ബോക്സസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ കബോർഡ് പ്രൊവൈഡ് ചെയ്യണം അവരുടെ സാധനങ്ങളൊക്കെ വയ്ക്കാൻ. ഇനി അതും അല്ലെങ്കിൽ 500 ഓർ മോർ വർക്കേഴ്സൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, ആംബുലൻസ് സർവീസ് ഫെസിലിറ്റി ഉണ്ട്. അതായത് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ പ്ലാന്റിലൊക്കെ അപകടങ്ങൾ സംഭവിച്ചാൽ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനൊക്കെ എന്താണ് ആംബുലൻസ്, അതായത് 500 ഓർ മോർ വർക്കേഴ്സ് ഉണ്ടായിരിക്കുന്ന ഇൻഡസ്ട്രിയിലാണ് ആ സർവീസസ്. ആൻഡ് ദ ഫോർത്ത് ഈസ് ഫസ്റ്റ് എയ്ഡ് ബോക്സസ് ഓർ കബോർഡ്, വൺ ഓഫ് എവറി 150 workers and ambulance facility there are more than 500 workers. And the next is canteen. Here more than 250 workers are employed. അതായത് ഒരു ഫാക്ടറീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനി ആണെങ്കിൽ 250 അതായത് 250 എംപ്ലോയീസിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ എന്തുണ്ടാവണം,
ക്യാൻറ്റീൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇസ് ഷെൽട്ടേഴ്സ്, റെസ്റ്റ് റൂംസ് ആൻഡ് ലഞ്ച് റൂംസ് ഇഫ് ദർ ആർ മോർ ദാൻ 150 വർക്കേഴ്സ്. ഇനി 150 പേരിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഷെൽട്ടേഴ്സ് അല്ലെങ്കിൽ റെസ്റ്റ് റൂം കൊടുക്കുക, ലഞ്ച് റൂം ഇല്ലേ ആഹാരം കഴിക്കാൻ, അപ്പോൾ റെസ്റ്റ് റൂം. അപ്പോൾ ഇതെല്ലാം ഒരു 150 അബവ് വർക്കേഴ്സ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെൽട്ടർ അല്ലെങ്കിൽ റെസ്റ്റ് റൂം അല്ലെങ്കിൽ ലഞ്ച് റൂം പ്രൊവൈഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഇസ് ക്രഷ്, ദാറ്റ് ഈസ് വെയർ മോർ ദാൻ 300 വിമൻ ആർ എംപ്ലോയ്ഡ് ഇല്ലേ. അപ്പോൾ 30 സ്ത്രീകളിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ ക്രഷസ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ, ഒരു മെറ്റർണിറ്റി ലീവ് കഴിഞ്ഞ് വരുന്ന ഫീമെയിൽ വർക്കറിന് എന്ത് ചെയ്യാം? തൻ്റെ കുഞ്ഞിനെയും കൂടെ ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാം. അവിടെ ക്രഷിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഫ്രീക്വൻറ്റ് ഇൻ്റർവെൽസിൽ എന്ത് ചെയ്യാം? ആ സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. അപ്പം കുട്ടിയെ ഇല്ലേ കൂടെ ഉണ്ടാകാം എന്നൊരു ഓപ്ഷനാണ് അതിനകത്ത് വരുന്നത്. And the last is welfare officer. So whenever more than 500 workers are employed, 500 പേരിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ വർക്കേഴ്സ് ഉള്ളവരാണെങ്കിൽ അവിടെ adequate number of welfare officersനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ these are the welfare facility provided under the Factories Act 1948. That is, first we say that adequate, suitable and clean washing facility separately for male and female. Then facility for storing and drying clothes. Then sitting facilities for occasional rest for worker who are obliged to work in standing position. Then first aid boxes or cupboard, one or every 150 workers, and the ambulance facility if there are more than 500 workers. And canteen facility if more than 250 workers are employed. Shelters, restrooms and lunch room if there are more than 150 workers. Then crush where more than 30 women are employed. And the last is welfare officer whenever more than 500 workers are employed. So clear with the Act, Factories Act 1948. The next is the Plantation Labour Act 1951. So first we discuss the Factories Act 1948 regarding employee welfare, and the second is Plantation Labour Act 1951. So the welfare measures prescribed under this law are as follows. There are also canteen facility, crash, then recreation facility, educational arrangements, housing facility, medical aid, sickness allowances, amenities and the appointment of welfare officer. So let's see in detail. That is, the first is canteen. So here also a canteen wherever 150 or more workers are employed. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാക്ടറീസ് ആക്ടിലും പറഞ്ഞ എന്താണ് അവിടെ ഫാക്ടറീസ് ആക്ടിൽ നമ്മൾ പറഞ്ഞു 250 വർക്കേഴ്സിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ഫാക്ടറികളിൽ ക്യാൻറ്റീൻ പ്രൊവൈഡ് ചെയ്യാവൂ. പക്ഷേ ഒരു പ്ലാന്റേഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണെങ്കിൽ അവിടെ 150 വർക്കേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ക്യാൻറ്റീൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഈ ക്രഷിൻ്റെ കാര്യത്തിൽ ഇഫ് എംപ്ലോയിങ് 50 ഓർ മോർ വിമൻ വർക്കേഴ്സ് അല്ലേ, ഫാക്ടറീസ് ആക്ടിൽ 30 സ്ത്രീകളെന്ന് പറഞ്ഞെങ്കിൽ പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ പറയുന്നത് എന്താണ്? 50 സ്ത്രീകൾ, 50ഓ അതിൽ കൂടുതൽ സ്ത്രീകളുണ്ടെങ്കിൽ അവിടെ ക്രഷ് പ്രൊവൈഡ് ചെയ്യാം. ആൻഡ് തേർഡ് ഇസ് റിക്രിയേഷൻ ഫെസിലിറ്റി ഇല്ലേ, ഫാക്ടറീസ് ആക്ടിൽ നമ്മൾ റിക്രിയേഷൻ ഫെസിലിറ്റി പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? റിക്രിയേഷൻ ഫെസിലിറ്റി. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടെ റിക്രിയേഷൻ ഫെസിലിറ്റി നമ്മൾ അവിടെ പറയുന്നില്ല. സോ ദ റിക്രിയേഷൻ ഫെസിലിറ്റി ഫോർ ദ വർക്കേഴ്സ് ആൻഡ് ദിയർ ചിൽഡ്രൻ. അപ്പോൾ പ്ലാന്റേഷൻ ലേബർ ആക്ടിൽ എന്താണ്? വർക്കേഴ്സിനും അവരുടെ കുട്ടികൾക്കും ഒരു റിക്രിയേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. Educational arrangement in the estate if there are 25 children of workers between the age of 6 and 12. ഇനി പ്ലാന്റേഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇല്ലേ അവരുടെ എന്താണ് ഒരു എഡ്യൂക്കേഷണൽ അറേഞ്ച്മെൻറ്റ്സ്. അപ്പം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സിൻ്റെ കുട്ടികൾ, അതായത് 25 കുട്ടികളെങ്കിലും ഉണ്ടാവണം. എത്രയാണ്? 6 മുതൽ 12 വയസ്സിനകത്തുള്ള കുട്ടികൾ 25 പേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സൗകര്യങ്ങൾ ആ ആക്ട് പ്രകാരം ആ എംപ്ലോയർ ചെയ്തു കൊടുത്തിരിക്കും. ഇപ്പോൾ പ്ലാന്റേഷൻ മേഖലയിലൊക്കെ തൊഴിലാളികളുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. Then housing facility for every worker and his family residing in the plantation.
അതുപോലെ തന്നെ എന്താണ് പ്ലാന്റേഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഹൗസിംഗ് ഫെസിലിറ്റി, ഇപ്പോൾ നമുക്ക് അറിയാം തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ളിടത്ത് ചെറിയ ചെറിയ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്താണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായില്ലേ, ഒരു ഏരിയ തന്നെ മൊത്തത്തിൽ പോകുന്നൊക്കെ പറഞ്ഞപ്പം ഹൗസിംഗ് എല്ലാ വർക്കർക്കും അവരുടെ ഫാമിലി ഉൾപ്പെടെ എന്താണ് ഹൗസിംഗ് ഫെസിലിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ദ നെക്സ്റ്റ് ഇസ് മെഡിക്കൽ എയ്ഡ് ടു വർക്കർ ഫോർ ദെയർ ഫാമിലി. ഇനി അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് ഇല്ലേ, അതായത് ആ വർക്കേഴ്സിനും അവരുടെ ഫാമിലിക്കുമുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ത് ചെയ്യണം എംപ്ലോയേഴ്സ്. അപ്പം ഈ പ്ലാന്റേഷൻ ലേബർ ആക്ട് 1951 പറയുന്ന അനുസരിച്ച് എംപ്ലോയർ ഈ വക കാര്യങ്ങൾ ലേബേഴ്സിന് ചെയ്തു കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ഇസ് സിക്നെസ് അലവൻസസ് ആൻഡ് മെറ്റേണിറ്റി അലവൻസസ് സബ്ജക്റ്റ് ടു എനി റൂൾ ഫ്രെയിം ബൈ ദി സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പം ഇനിയൊരു സിക്നെസ് അലവൻസ് അല്ലെങ്കിൽ മെറ്റേണിറ്റി അലവൻസ് എന്ന് പറയുമ്പം ആ ലേബർ പ്ലാന്റേഷൻ ആക്റ്റിൽ പറയുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന റൂൾസും കൂടെ ഫ്രെയിം ചെയ്തുകൊണ്ടായിരിക്കണം ഈ അലവൻസ് അല്ലെങ്കിൽ മെറ്റേണിറ്റി അലവൻസ് ഒക്കെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ. Next is amenities, that is the state government may make rules requiring the employer to provide the worker with the prescribed number and type of umbrellas, blankets, raincoats or other such amenity for the പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഫ്രം റെയിൻ ഓർ കോൾഡ്. അറിയാലോ പ്ലാന്റേഷൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുമ്പം ഇല്ലേ മഴയെന്നോ കൂടുതലും തണുപ്പ് സമയം ഇല്ലേ, അവിടെ എല്ലാം കൂടുതലും തണുപ്പാണ്. അപ്പം അവർക്ക് എന്ത് ചെയ്യണം, പ്രിസ്ക്രൈബ്ഡ് നമ്പർ എത്ര പേരുണ്ടോ അതനുസരിച്ച് അല്ലേ കുടകൾ, അംബ്രലാസ് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ്സ്, റെയിൻ കോട്ട്സ്, അല്ലെങ്കിൽ അവരെ മഴയിൽ നിന്നും ചൂടില്ലേ ആ തണുപ്പിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഈ നിയമപ്രകാരം പ്ലാന്റേഷൻ ലേബർ ആക്ട് പ്രകാരം വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. And the last is appointment of welfare officer in plantation employing 300 or more workers. ഇനി 300 പേരോ അതിൽ കൂടുതലോ വർക്ക് ചെയ്യുന്ന പ്ലാന്റേഷൻ ഏരിയ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, വെൽഫെയർ ഓഫീസേഴ്സ് ആഡിക്വേറ്റ് നമ്പർ, അതായത് അവർ എംപ്ലോയീസിൻ്റെ എണ്ണം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വെൽഫെയർ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. സോ ക്ലിയർ വിത്ത് ദി പ്ലാന്റേഷൻ ആക്ട്. So first we discuss Factories Act 1948. Second is the Plantation Act 1951. Here we discuss a canteen where whenever 150 or more workers are employed, a crush if employing 50 or more women worker, and the third is recreation facility for workers and their children. Then educational arrangements in the estate if there are 25 children of workers aged between 6 and 12. Then housing facility for every worker and his family residing in the plantation, medical aid to workers and their family, then sickness allowances and maternity allowances subject to any rules framed by the state government, and provide the workers with the prescribed number, a type of umbrellas, blankets or a raincoat or any other such amenity for the protection of worker from rain or cold. And the last is appointment of welfare officer in plantation employing 300 or more workers. So clear with these two acts. So the balance act we can discuss in the other session. So this is the end of today's section. Prepare well, study well. Thank you.